നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം 40 പിന്നിട്ട സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്തെല്ലാമാണെന്നാണ്. ഇത് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ദാമ്പത്യത്തിൽ പങ്കാളി സന്തോഷമുള്ളവരായിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പുരുഷനായാലും സ്ത്രീയായാലും ഓരോ പ്രായത്തിലും ആളുകളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇതനുസരിച്ച് പങ്കാളിയും ചില മാറ്റങ്ങൾക്ക് തയ്യാറായെങ്കിലേ എല്ലാ പ്രായത്തിലും ദാമ്പത്യം സുദൃഢവും സന്തോഷകരവും ആകൂ. മധ്യവയസ്സിൽ, അതായത് ഏതാണ്ട് 40കളിൽ എത്തിയാൽ സ്ത്രീകൾ പലപ്പോഴും വൈകാരിക പിന്തുണയാണ് ദാമ്പത്യത്തിൽ ആഗ്രഹിക്കുന്നത്. വ്യക്തിബന്ധങ്ങളിലും ശാരീരിക മാനസിക അവസ്ഥകളിലും പല മാറ്റങ്ങളും വരുന്ന സമയമാണിത്. പല സ്ത്രീകളും ഈ കാലയളവിൽ തങ്ങളുടെ മുൻഗണനകളും ബന്ധങ്ങളും വിലയിരുത്തുകയും സുഹൃത്തുക്കളുമായും കുടുംബങ്ങളുമായും പങ്കാളികളുമായും ആഴത്തിലുള്ള ബന്ധം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിലൊന്ന് വൈകാരിക ആവശ്യങ്ങൾ. ഈ കാലയളവിൽ സ്ത്രീയുടെ വൈകാരിക ആവശ്യങ്ങൾ കൂടുതൽ പ്രകടമാകും. ചുറ്റുമുള്ളവർ തന്നെ മനസ്സിലാക്കണമെന്നും അവർക്ക് തന്നോട് സഹാനുഭൂതി തോന്നണമെന്നും അവർ ആഗ്രഹിച്ചേക്കാം. മാത്രമല്ല, ഈ സമയത്ത് ആഴത്തിലുള്ള സംഭാഷണങ്ങൾക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കലിനും അവർക്ക് ആഗ്രഹം കൂടുതലായിരിക്കും. 2. കൂട്ട്. 40കളിൽ ജീവിതത്തിലുണ്ടാകുന്ന വൈകാരിക മാനസിക ശാരീരിക മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് സ്ത്രീകൾ ഒരു കൂട്ട് ആഗ്രഹിക്കും. അത് സുഹൃത്തുക്കളോ പങ്കാളിയോ ആകാം. സൗഹൃദങ്ങളായാലും പ്രണയബന്ധങ്ങളായാലും ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ പങ്കുവയ്ക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആശ്വാസം തോന്നും. 3. ബന്ധങ്ങൾ വിലയിരുത്തൽ. 40കളിലെത്തുമ്പോൾ പല സ്ത്രീകളും അവരുടെ ബന്ധങ്ങൾ വിലയിരുത്തുന്നു. ഇത്രയും കാലം മറ്റു വഴികളില്ലാതെ വിട്ടുവീഴ്ചകൾ ചെയ്തും ത്യാഗങ്ങൾ സഹിച്ചും തുടർന്ന ബന്ധങ്ങളിൽ നിന്ന് അവർ സ്വയം അകലാൻ ആഗ്രഹിക്കും. അതേസമയം തങ്ങൾ പരിഗണിക്കുന്നതും പിന്തുണയ്ക്കുന്നതുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അവർ ശ്രമിച്ചേക്കാം. 4. കുടുംബ ബന്ധങ്ങൾ. സ്ത്രീകൾ 40കളിലെത്തുമ്പോഴേക്കും കുട്ടികൾ മുതിർന്നിരിക്കും. കുട്ടികൾ പ്രായമാകുമ്പോഴോ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോഴോ കുടുംബത്തിൻ്റെ ചലനാത്മകതയിൽ പലപ്പോഴും മാറ്റമുണ്ടാകും. ഇതുവരെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയിരുന്ന സ്ത്രീകൾ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ കൂടി കണക്കിലെടുത്ത് ബന്ധങ്ങളിലെ റോൾ പുനർനിർവചിക്കാൻ ശ്രമിക്കും. ഈ സമയം കുടുംബങ്ങളുടെ പിന്തുണ അവർ ആഗ്രഹിക്കും. 40കൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തന കാലമാണ്. അവർ ആത്മപരിശോധന നടത്തുകയും വളർച്ചയ്ക്കായി എന്തെല്ലാം ചെയ്യാനാകുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന സമയമാണിത്. ഈ മാറ്റങ്ങളെ ആത്മവിശ്വാസത്തോടെയും സഹിഷ്ണുതയോടെയും സ്വീകരിക്കാൻ അവരെ സഹായിക്കുന്നതിൽ വീട്ടുകാരുടെയും പങ്കാളിയുടെയും വൈകാരിക പിന്തുണയും കൂട്ടുകെട്ടും സുപ്രധാനമാണ്. സൂര്യപ്രകാശത്തിനു നേരെ ചായുന്ന വൃക്ഷച്ചില്ല പോലെയാണ് പെൺമനസ്സ്. തനിക്കു സ്നേഹവും സുരക്ഷിതത്വവും ആവോളം പകർന്നു തരുവാൻ സാധിക്കുന്ന പുരുഷന്മാരിലേക്ക് അവളുടെ മനസ്സും ഹൃദയവും മെല്ലെ മെല്ലെ ചായും. ഒരു പുരുഷനിൽ സ്ത്രീ തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് സുരക്ഷിതത്വത്തിൻ്റെതായ അനുഭവം. താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നലും ഈ കരവലയത്തിനുള്ളിൽ താൻ സുരക്ഷിതയാണെന്നുള്ള വിശ്വാസവും അവളിലെ സ്ത്രീത്വത്തിന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കും. അവളായിരിക്കുന്ന അവസ്ഥയിൽ അവളെ അംഗീകരിക്കുവാൻ ഒരു പുരുഷനു കഴിഞ്ഞാൽ വൈകാരിക സുരക്ഷിതത്വത്തിൻ്റെ ആദ്യപടി അവിടെ തുടങ്ങുകയായി. പരിധികളില്ലാതെ തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ സ്നേഹിക്കുന്നു എന്ന തോന്നൽ അവളുടെ മനസ്സിൽ പുതുപൂക്കൾ വിടർത്തും. വൈകാരിക സുരക്ഷിതത്വം എങ്ങനെ നൽകാം? അവളുടെ വിജയത്തിലും പരാജയത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും അവൾക്കാദ്യം ആശ്രയിക്കുവാൻ പറ്റുന്ന ശക്തി കേന്ദ്രം നിങ്ങളായിരിക്കണം. കോടികളുടെ ബാങ്ക് ബാലൻസിനേക്കാളും ശാരീരികമായ കരുത്തിനേക്കാളും
അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും. ചില പുരുഷന്മാരുണ്ട്, ചിലവാക്കാൻ പൈസ എത്ര വേണമെങ്കിലും കൊടുക്കും. പക്ഷേ വൈകാരികമായ ഒരു പിന്തുണ ആഗ്രഹിച്ച് അവൾ ഫോൺ ചെയ്താൽ പോലും ഞാനിപ്പോൾ തിരക്കിലാണ്, പിന്നെ വിളിക്ക് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. അവൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു സൊല്യൂഷനാണ് അവൾ ആഗ്രഹിക്കുന്നത്. നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നീ ഇറങ്ങിത്തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇതൊക്കെ ഇങ്ങനെയേ സംഭവിക്കൂ തുടങ്ങിയ മറുപടികളല്ല അവൾ ആഗ്രഹിക്കുന്നത്. ചില ഭർത്താക്കന്മാർ ഒരിക്കലും ഭാര്യയുടെ ഒപ്പം നടക്കില്ല. എയർപോർട്ടിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും കല്യാണ മണ്ഡപത്തിലാണെങ്കിലും ഭർത്താവ് 10 അടി മുന്നിലും ഭാര്യ പിന്നിലുമായി നടക്കുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. പങ്കാളി തൻ്റെ കൈപിടിച്ച് തനിക്കൊപ്പം നടക്കുന്നത് അയാൾ തനിക്കൊപ്പം എപ്പോഴുമുണ്ട് എന്ന വിചാരം അവളിലുണ്ടാക്കും. ആത്മവിശ്വാസമുള്ള പുരുഷൻ സ്ത്രീയുടെ വിശ്വാസം പിടിച്ചുപറ്റും. വൈകാരികമായ പിന്തുണ താൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ തനിക്കൊപ്പമുള്ള പുരുഷൻ കരയെ പുലുകാൻ വെമ്പുന്ന തിര പോലെ അവൾ ആശ്ലേഷിക്കും. സത്യസന്ധതയും ആത്മവിശ്വാസവും വിശ്വസ്തതയും അവൾ ഏറെ ആഗ്രഹിക്കുന്ന ഗുണങ്ങളാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയും ആത്മവിശ്വാസവുമുള്ള പുരുഷനിൽ അവൾ സുരക്ഷിതത്വത്തിൻ്റെ തീരം കണ്ടെത്തും. ഈ ബന്ധം സുരക്ഷിതമാണ്. തൻ്റെ പങ്കാളി ഒരിക്കലും മറ്റൊരാളെ തേടി പോകില്ല എന്ന വിശ്വാസവും അവളുടെ ആത്മവിശ്വാസം വളർത്തും. പല ബന്ധങ്ങളുള്ള പുരുഷനിൽ സുരക്ഷിതത്വത്തിൻ്റെ തണൽ കണ്ടെത്തുവാൻ അവൾ ബുദ്ധിമുട്ടും. ഈ ബന്ധം ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന ചിന്ത അവളിലുണ്ടായാൽ വൈകാരിക സുരക്ഷിതത്വം അവൾക്ക് നഷ്ടമാകും. പങ്കാളി വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുക, വീട്ടുചിലവിന് പണം നൽകാതിരിക്കുക, അവളുടെ ശമ്പളവും കൂടി വാങ്ങിയിട്ട് അവളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നടത്തിക്കൊടുക്കാതിരിക്കുക, കടുത്ത മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയാകുക, പരസ്ത്രീ ബന്ധങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ അവസരങ്ങളിലൊക്കെ സുരക്ഷിതത്വത്തിൻ്റെ സ്വാന്തനം അവർക്ക് നഷ്ടമാകും. സ്വതന്ത്രമായി സംസാരിക്കുവാൻ കഴിയുമ്പോഴാണ് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നത്. പല ഭർത്താക്കന്മാരും റേഡിയോ പോലെയാണ്. ഭാര്യ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഏകാധിപതിയെ പോലെ അവരുടെ ആവശ്യങ്ങൾ മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. രതിയുടെ ഉച്ചസ്ഥായിലല്ല, മറിച്ച് പ്രിയപ്പെട്ടവന്റെ നെഞ്ചിൽ തലചായ്ച്ചുറങ്ങുന്ന പ്രണയത്തിൻ്റെ അസുലഭ നിമിഷത്തിലാണ് ഒരു സ്ത്രീ ഏറ്റവും അധികം സുരക്ഷിതത്വം അനുഭവിക്കുന്നത്. സുരക്ഷിതത്വത്തിൻ്റെ സ്വാന്തനം അവൾക്കൊരു തണൽ പോലെ ആവശ്യമാണ്. സ്ത്രീയുടെ ഹൃദയം കീഴടക്കുവാനുള്ള എളുപ്പമാർഗമാണ് അവൾക്ക് സുരക്ഷിതത്വത്തിൻ്റെ വൈകാരിക കവചമൊരുക്കുന്നത്. ആ അനുഭവത്തിലേക്ക് അവളെ നയിക്കുവാനായാൽ സമുദ്രജലം ചിപ്പിയെ പിളർന്ന മുത്തിനെ ഉമ്മ വയ്ക്കുന്നത് പോലെ പ്രണയത്തിൻ്റെ അനിർവചനീയമായ ആനന്ദം നിങ്ങൾക്കും സ്വന്തമാക്കാം.